നടത്തിയിട്ടുള്ളത് ഞങ്ങളാണ്. ഞാൻ പൂർത്തീകരിക്കാം. ഞാൻ എന്റെ ഭാഗം പൂർത്തീകരിക്കാം. മഞ്ജുഷ അതാ ഞാൻ പറഞ്ഞത്. മഞ്ജുഷ്, മുൻപത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുമായിരുന്ന അവരുടെ റവന്യൂ ഭൂമി ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ലഭിക്കാതെ വന്നിട്ടുള്ളത്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് സെക്ഷൻ 40 എടുത്തു കളഞ്ഞു. സെക്ഷൻ 40 എടുത്തു കളഞ്ഞതോടുകൂടി വഖഫ് ബോർഡിന്റെ അധികാരം പോയല്ലോ. സ്വാഭാവികമായും ഇനി സെക്ഷൻ 2A അധികാരമാണല്ലോ അവർക്ക് കിട്ടേണ്ടത്. അതിൽ ഈ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഉള്ള നടപടികൾ അത് നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞതോടുകൂടി റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിന്റെ പ്രശ്നം അവിടെ വരുന്നില്ലെന്നേ. അതുകൊണ്ട് നിങ്ങൾ ഈ കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആർക്കും കിട്ടാൻ പോകുന്നില്ല. ശ്രീ റോണി കെ ബേബി പറഞ്ഞല്ലോ. അല്ല, റെട്രോസ്പെക്റ്റീവ് ഉണ്ടല്ലോ സാർ. ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് എന്ന് പറയുമ്പോൾ ഞാനത് പറഞ്ഞിട്ട് നിർത്തിക്കളഞ്ഞാടാ. ഞാനത് നേരത്തെ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്. സെക്ഷൻ 2A പറയുന്നതോട് ആഫ്റ്റർ അത് വരുന്നതോടുകൂടി ക്രിസ്ത്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സൊസൈറ്റിയെ സംബന്ധിച്ച് വരുന്ന നടപടികളിൽ കിട്ടില്ല എന്നുള്ള കള്ളത്തര പ്രചരണം ഉണ്ടല്ലോ. അതിപ്പോ ആരെ സഹായിക്കാനാണെന്ന് വെച്ചാൽ മുൻപത്തെ ജനങ്ങൾ ഇപ്പോ കൃത്യമായി ഇത് വന്നിട്ടുള്ളതിന്റെ ബെനിഫിറ്റ് അവർ മനസ്സിലാക്കുകയാണ്. സാധാരണക്കാരായിട്ടുള്ള മുൻപത്തെ 600 ചില്ലാനം കുടുംബത്തിലെ ആളുകൾ അവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അപ്പൊ അവരോട് പറയാണ് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ വീണ്ടും പെരുവഴിയിലാണ്. ഇത് എന്തൊരു മാനസികാവസ്ഥയാണ്.